തെറ്റുകളെ മികച്ച അധ്യാപകരായി കാണുക. ഒരു കരകൗശല വിദഗ്ധനായ തകാഷി തൻ്റെ ചെറിയ വർക്ക്ഷോപ്പിൽ അതിമനോഹരമായ പാത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം തിരക്ക് കാരണം ഏതാണ്ട് പൂർത്തിയായ ഒരു പാത്രം കയ്യിൽ നിന്നും വീണുടഞ്ഞുപോയി. ആകെ തകർന്നു പോയല്ലോ എന്ന് കരുതി അയാൾ തകർന്ന പാത്രത്തിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് അവിടം വൃത്തിയാക്കുമ്പോൾ പുതിയൊരു ആശയം മനസ്സിലുദിച്ചു. അയാൾ ആ കഷ്ണങ്ങൾ ഉപയോഗിച്ച് മനോഹരമായ ഒരു മൊസൈക്ക് പൂപ്പാത്രം നിർമ്മിച്ചു. താൻ അതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഏതിനേക്കാളും മനോഹരമായ ഒരു നിർമ്മിതി. തനിക്ക് സംഭവിച്ച തെറ്റ് ശ്രേഷ്ഠമായ ഒന്നിനെ കണ്ടെത്തുവാൻ ഒരു കാരണമായി തീർന്നു. തെറ്റുകളും അബദ്ധങ്ങളും സംഭവിച്ചിട്ടില്ലാത്ത ആരുമില്ലല്ലോ. തെറ്റ് മനുഷ്യ സഹജമാണെന്നാണല്ലോ നാം പറയുന്നത്. തെറ്റുകൾ പരാജയങ്ങളോ തകർച്ചകളോ അല്ല, വളർച്ചയുടെ അനിവാര്യ ഭാഗമാണ്. വീഴാതെ വളർന്നിട്ടുള്ള ആരുമില്ലല്ലോ. 18 വയസ്സുവരെ ഒരിക്കലും വീണിട്ടില്ലാത്ത ഒരാളിനെ എനിക്കറിയാമായിരുന്നു. അവന് കിടക്കയിൽ നിന്നും ഒരിക്കലും എഴുന്നേൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല. വീഴാതിരിക്കുവാൻ ഒരു മാർഗമേ ഉള്ളൂ, എഴുന്നേൽക്കാതിരിക്കുക. എഴുതുമ്പോൾ തെറ്റുകൾ വരാതിരിക്കണമെങ്കിൽ എഴുതാതെയിരിക്കണം. തെറ്റുകളെ ശത്രുക്കളായി കാണാതെ മികച്ച അധ്യാപകരായി കാണുവാൻ കഴിഞ്ഞാൽ തെറ്റുകൾ വിജയത്തെ ഇല്ലാതാക്കുന്നവയല്ല, വിജയത്തെ കൂടുതൽ ശ്രേഷ്ഠമാക്കുന്നവയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. വസ്ത്രത്തിൽ ചെളി പുരളുന്നത് നാം ആ വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണ്. അഴുക്ക് പുരളാതിരിക്കണമെങ്കിൽ അവ ധരിക്കാതെ അലമാരയിൽ മടക്കി വെച്ചിരുന്നാൽ മതി. തെറ്റുകൾ സംഭവിക്കുന്നത് നാം എന്തിനെങ്കിലും പരിശ്രമിക്കുമ്പോഴാണ്. തെറ്റുകൾ സംഭവിക്കാതിരുന്നെങ്കിൽ അതിനർത്ഥം നാം വളരെ ശ്രേഷ്ഠമാണെന്നല്ല, ശ്രേഷ്ഠ കാര്യങ്ങൾക്കായി പരിശ്രമിക്കുന്നില്ല എന്നാണ്. ബൾബ് കണ്ടുപിടിക്കാൻ ശ്രമിച്ച തോമസ് എഡിസന്റെ ഓരോ പരാജയത്തെയും ശരിയായ മാർഗം കണ്ടെത്തുവാനുള്ള ചുവടുകളായാണ് അദ്ദേഹം കണ്ടത്. ജീവിതത്തിലെ പരാജയങ്ങളെ നിഷേധാത്മകമായി കാണാതെ വിജയത്തിലേക്കുള്ള ചുവടുകളായി കാണുന്നവർക്ക് തെറ്റുകൾ അധ്യാപകരാണ്. അവർ പരാജിതരാവുകയില്ല. തെറ്റുകൾ സംഭവിച്ചാലും നിശ്ചയമായും വിജയികളാവുക തന്നെ ചെയ്യും. നമ്മുടെ പ്രശ്നം നാം തെറ്റുകളെ ഭയപ്പെടുന്നതിനാൽ അവയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, പരാജയഭീതി കാരണം ശ്രേഷ്ഠമായവയ്ക്കു വേണ്ടി പരിശ്രമിക്കുവാനും കഴിയുന്നില്ല. ഒരു നദി ഒരിക്കലും മുൻപിലുള്ള തടസ്സങ്ങൾ കണ്ട് അതിൻ്റെ പ്രവാഹം നിർത്തിക്കളയുകയില്ല. അത് സൗകര്യപ്രദമായ മറ്റു മാർഗങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതാണ് ജീവിതം. പിൻവാങ്ങലല്ല, മതിയാക്കലുമല്ല, തെറ്റുകളെയും തടസ്സങ്ങളെയും ശരിയായ വിധം ഉപയോഗിക്കലാണ്. മാർഗമധ്യേയുള്ള കല്ലുകളെയോ കുഴികളെയോ മറികടന്ന് മുൻപിലേക്ക് നാം പോകുന്നത് പോലെ തെറ്റുകളെ മറികടന്ന് ലക്ഷ്യത്തിലേക്ക് നമുക്ക് പ്രയാണം ചെയ്യാം. നദിയെപ്പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കാം. ജീവിതം ധന്യമാകും.